എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് പവിത്രം സീരിയലിന്റെ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടാണ്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വിക്രമിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയുള്ള പരക്കം പാച്ചിലാണ് വേദ. എന്നാൽ ഈ ഓട്ടത്തിനിടയിലും വേദയ്ക്കൊരു സന്തോഷ വാർത്ത ലഭിക്കുന്നുണ്ട്. വേദയോട് ശങ്കരനാരായണൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു സംഭവം നടക്കുന്നത്. വേദയെ മുറിയിൽ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ശങ്കരനാരായണൻ. എന്തു പറയാനാണ് എന്നുള്ള കൗതുകത്തോടെയാണ് വേദ പോകുന്നത്. വേദയോട് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാ പറയാനുള്ളത്. നീ ഇപ്പോ വിക്രമിനെ ഉപേക്ഷിച്ച് വന്നതല്ലേ, അതുകൊണ്ട് തന്നെ നിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് ഞാൻ മുന്നേ പറഞ്ഞതല്ലേ. എന്നാൽ നീ അത് എപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുക. നീ ഒരു ജീവിതമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന കാണുമ്പോൾ അച്ഛന് സഹിക്കാൻ കഴിയുന്നില്ല മോളെ. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഒരു വിവാഹം കഴിച്ചേ പറ്റൂ. നിനക്ക് സന്തോഷത്തോടെയുള്ളൊരു ജീവിതം ഉണ്ടാവണം. അതാണ് ഈ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന് മോള് സമ്മതിക്കണം. ഏതായാലും വിക്രമുമായിട്ടുള്ള ബന്ധം നമുക്ക് ഒഴിവാക്കാൻ പോവല്ലേ. എത്രയും പെട്ടെന്ന് മോളുടെ കല്യാണം നടത്തണം എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, അച്ഛനോട് ഞാൻ മുൻപും ഇതിന്റെ കാര്യം പറഞ്ഞതല്ലേ, എനിക്കതിൽ ഒട്ടും താല്പര്യമില്ല. എനിക്കിപ്പോൾ ഒരു വിവാഹം വേണ്ട. എനിക്ക് എൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്യണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പം അച്ഛൻ എന്നോട് കല്യാണത്തെക്കുറിച്ചൊന്നും പറയരുത് എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേദ. ഇതേ സമയം പത്മ പറയുന്നുണ്ട്, മോളെ അച്ഛൻ്റെ ഒരു ആഗ്രഹമല്ലേ ഇത്, അതെന്താ മോള് മനസ്സിലാക്കാത്തത്? അച്ഛന് ഏറ്റവും വലിയ വേദനയാണ് നിന്റെ ഇങ്ങനെയുള്ളൊരു ജീവിതം. അത് നന്നാക്കാൻ വേണ്ടിയല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെല്ലാം പത്മ പറയുന്ന സമയത്തും വേദ അതൊട്ടും തന്നെ സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് വേദ തല കറങ്ങി വീഴുന്നത്. വേദ തല കറങ്ങി വീഴുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ആകെ പേടിച്ചു പോകുന്നുണ്ട്. അയ്യോ, എൻ്റെ മോൾക്ക് എന്തു പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് പത്മ. പെട്ടെന്ന് തന്നെ ശങ്കരനാരായണൻ വേദയെ എടുത്ത് സോഫയിലോട്ട് കിടത്തുന്നുണ്ട്. ഒരുപാട് തട്ടി വിളിച്ചെങ്കിലും വേദ ഉണരുന്നേ ഇല്ല. ഇതേ സമയം ശങ്കരനാരായണൻ പറയുന്നുണ്ട്, നീ പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ, നമുക്ക് മോളുടെ മുഖത്തൊന്ന് തളിച്ചു നോക്കാം എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം പത്മ ഓടിപ്പോയി വെള്ളം എടുത്തോണ്ട് വരുന്നുണ്ട്. വെള്ളം എടുത്ത് വന്ന് മുഖത്ത് തളിച്ചു നോക്കുമ്പോൾ തന്നെ വേദയ്ക്ക് ബോധം വരുന്നുണ്ട്. വേദയോട് ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി മോളെ, നീ എന്താ പെട്ടെന്ന് തല കറങ്ങി വീണത്? നിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം അച്ഛൻ പറഞ്ഞോ? അതുകൊണ്ടാണോ നീ തല ചുറ്റി വീണത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് ശങ്കരനാരായണൻ. വേദ പറയുന്നുണ്ട്, ഹേയ് അതൊന്നും അല്ല അച്ഛാ, എനിക്കിപ്പോ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ക്ഷീണവും തളർച്ചയെല്ലാം ഉണ്ട്. എന്താണെന്ന് അറിയില്ല, ചിലപ്പോ ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചോണ്ടല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് പറ്റിപ്പോയതായിരിക്കും എന്ന് പറയുന്നുണ്ട്. പത്മ പറയുന്നുണ്ട്, കുറച്ച് ദിവസമായി ഞാനും ഇവളെ ശ്രദ്ധിക്കുന്നു. അവള് ഭയങ്കര ക്ഷീണത്തിലും തളർച്ചയിലും ഒക്കെയാണ്. നമുക്ക് എങ്ങനെയും മോളെ ഒന്ന് ഡോക്ടറെ കാണിക്കണം എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഹേയ് അതൊന്നും വേണ്ടമ്മേ, അതിന് മാത്രമുള്ള പ്രശ്നമൊന്നും എനിക്കില്ല എന്ന് പറയുന്ന സമയത്ത് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നമുക്ക് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്കാം, ഹോസ്പിറ്റലിലൊന്നും പോയി കാണണ്ട എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴും ശങ്കരനാരായണൻ ഇതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഞാൻ ഏതായാലും ഡോക്ടറെ വിളിക്കാൻ പോവുക, മോളെ ഏതായാലും പോയി റെസ്റ്റ് എടുക്ക് എന്ന് പറഞ്ഞ് വേദയെ മുറിയിലോട്ട് പറഞ്ഞയക്കുന്നുണ്ട് ശങ്കരനാരായണൻ. മുറിയിൽ ചെല്ലുന്നതും വിക്രം ചോദിക്കുന്നുണ്ട്, എന്ത് പറയാൻ അച്ഛൻ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ്. അതെന്താ, എൻ്റെ കല്യാണ കാര്യം തന്നെ, അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ എന്ന് പറയുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ അവിടെ കുറെ ബഹളമെല്ലാം കേട്ടിരുന്നല്ലോ, എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, അത് ഞാൻ പെട്ടെന്ന് തല ചുറ്റി വീണതാ എന്ന് പറയുമ്പോൾ തന്നെ വിക്രം ആകെ ടെൻഷൻ ആവുന്നുണ്ട്. നീ തല ചുറ്റി വീണെന്നോ? എന്തു പറ്റി നിനക്ക്? ഇവിടുന്ന് പോകുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, എന്താ പെട്ടെന്നൊരു തല ചുറ്റല്? ഡോക്ടറെ കാണാൻ പോയാലോ നമുക്ക് എന്നെല്ലാം പറയാണ്. വേദ പറയുന്നുണ്ട്, നമ്മളെങ്ങനെ ഇപ്പൊ ഡോക്ടറെ കാണാൻ പോവാനാ? വിക്രം എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ അച്ഛൻ ഏതായാലും ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് വീട്ടിലോട്ട്, കുഴപ്പമൊന്നും ഇല്ല ഇപ്പോ എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്നാലും എന്താ ഇപ്പൊ തല ചുറ്റി വീഴാൻ പറ്റിയത് എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, അതൊന്ന് വിട്ടേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അതെന്തോ ഒരു ക്ഷീണം പറ്റിയതാ, പെട്ടെന്ന് തല ചുറ്റിപ്പോയി, അത് അത്ര വലിയ പ്രശ്നമൊന്നും അല്ല എന്നെല്ലാം വിക്രമിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്
ശങ്കരനാരായണൻ വേദയെ വിളിക്കുന്നത്. മോളെ, ഡോക്ടർ വന്നിട്ടുണ്ട്, നീ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, വിക്രം ഇവിടെ ഇരിക്കുക, ഞാൻ പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് വരാം. ഒരു പ്രശ്നവുമില്ല, അച്ഛനായിട്ട് ഉണ്ടാക്കിയതാ ഇപ്പം ഈ ഡോക്ടറെ കാണലൊക്കെ, ഞാൻ ഏതായാലും പോയിട്ട് വരാം എന്ന് പറഞ്ഞ് വേദ വിക്രമിനോട് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ശേഷം ഡോക്ടർ വേദയെ ഒരു ബെഡിൽ കിടത്തിക്കൊണ്ട് പരിശോധിച്ചുകൊണ്ടിരിക്കെ വേദയോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്താ പെട്ടെന്ന് പറ്റിയത് തല ചുറ്റാൻ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ, അറിയില്ല ഡോക്ടർ, കുറച്ച് ദിവസമായിട്ട് ഒരു ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടർ ചോദിക്കുകയാണ്. പീരിയഡ്സ് ഇറഗുലർ ആയിട്ടാണോ ഉണ്ടാവാറ് എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, പീരിയഡ്സ് എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് ഉണ്ടാവാറുള്ളത്, പക്ഷേ ഈ മാസമായിട്ട് പീരിയഡ്സ് അങ്ങനെ കറക്റ്റായിട്ട് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, നമുക്കൊന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയാണ്, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാടോ എന്ന് പറഞ്ഞ് വേദയുടെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് അത് പോസിറ്റീവ് ആയിരിക്കുകയാണ്. ഇത് കേൾക്കുന്നതും വേദ ആകെ ഷോക്കായി പോകുന്നുണ്ട്. പോസിറ്റീവ് ആണെന്നോ, ഇത് എങ്ങനെ സംഭവിച്ചു ദൈവമേ, ഇനിയിപ്പോൾ അച്ഛനോട് അമ്മയോടൊക്കെ എന്താ പറയുക എന്നെല്ലാം പെട്ടെന്ന് വേദ ചിന്തിക്കുകയാണ്. അതേസമയം വേദയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. താനൊരു അമ്മയാവാൻ പോവുകയാണ്, വിക്രം ഒരു അച്ഛനാവാൻ പോവുകയാണെന്നുള്ള സന്തോഷം വേദയ്ക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു. വേദ ആദ്യം ഭയങ്കര സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നുണ്ടെങ്കിലും പിന്നീട് അച്ഛനോടും അമ്മയോടൊക്കെ എന്ത് പറയുമെന്ന് ആലോചിച്ച് വേദ ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. ശേഷം ഡോക്ടർ പറയുന്നുണ്ട്, വേദ എങ്ങനെയായാലും റെസ്റ്റ് എടുക്കണം, കുറച്ച് ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിലോട്ട് വരണം സ്കാൻ ചെയ്യാൻ വേണ്ടി, ഏതായാലും നന്നായി റെസ്റ്റ് എടുക്കുക, ഞാൻ കുറച്ച് ടാബ്ലറ്റ് എല്ലാം എഴുതി തരാം, അതെല്ലാം പ്രോപ്പറായിട്ട് കഴിക്കണം, നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഡോക്ടർ. ശേഷം ഡോക്ടർ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ പത്മ വന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ഡോക്ടർ, എന്താ എൻ്റെ മോൾക്ക് പറ്റിയത്, എന്താ അവൾക്ക് ഇങ്ങനെ തല ചുറ്റാൻ എന്ന് ചോദിക്കുന്ന സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, ഒരു സന്തോഷ വാർത്തയുണ്ട്, വേദ ഗർഭിണിയാണ് എന്ന് പറയുമ്പോൾ തന്നെ ശങ്കരനാരായണനും പത്മയും ആകെ ഷോക്കായി പോകുന്നുണ്ട്. വേദ ഗർഭിണിയാണെന്നോ, അവളിവിടെ വന്നിട്ട് കുറെ നാളുകളായല്ലോ, വിക്രമിനെ ഉപേക്ഷിച്ച് അവൾ ഇങ്ങോട്ട് വന്നിട്ട് ഒരുപാട് നാളായില്ലേ. പത്മ പറയുന്നുണ്ട്, അങ്ങനെ വരാൻ വഴിയില്ല ഡോക്ടർ, അവളവളെ ഹസ്ബൻഡിനെ വിട്ടിട്ട് വന്നിട്ട് കുറച്ച് നാളായി എന്ന് പറയുന്ന സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, ചിലപ്പോൾ അവിടുന്ന് വരുന്നതിന് മുന്നേ തന്നെ വേദ ഗർഭിണി ആയിരിക്കാം, നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ മാത്രമേ എത്ര മാസമായി എത്ര ആഴ്ചത്തെ വളർച്ചയുണ്ട് എന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയും, അതുകൊണ്ട് വേദയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് തന്നെ നിങ്ങൾ കൊണ്ടുവരണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഡോക്ടർ പോവുകയാണ്. ശങ്കരനാരായണൻ വേദയോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ മോളെ, ഈ കേട്ടതെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല അച്ഛാ, എന്താണെന്ന് എനിക്കറിയില്ല എന്നെല്ലാം പറയുന്നുണ്ട്. പത്മ പറയുന്നുണ്ട്, ചിലപ്പോൾ മോൾ അവിടുന്ന് വരുന്നതിന് മുന്നേ തന്നെ ഗർഭിണി ആയിരുന്നിരിക്കും. ഇങ്ങനൊരവസ്ഥയിൽ ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോൾ അത് സന്തോഷിക്കണോ അതോ സങ്കടപ്പെടണോ എന്നൊന്നും മനസ്സിലാവാത്ത അവസ്ഥയിലാണ് എന്ന് പറയുന്നുണ്ട് പത്മ. ശങ്കരനാരായണൻ പറയുന്നുണ്ട്, എനിക്കറിയില്ല ഇനി എന്ത് വേണമെന്ന്, മോളെ നല്ലൊരാളിലെ കൈ പിടിച്ച് ഏൽപ്പിച്ച് അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, എന്നാൽ അതിനിടയ്ക്ക് അവൾ ഗർഭിണിയാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഇനി എന്തു ചെയ്യും നമ്മൾ എന്ന് ചോദിക്കുന്നുണ്ട് ശങ്കരനാരായണൻ. പത്മ പറയുന്നുണ്ട്, ധൃതി പിടിച്ച് നമുക്ക് ഒന്നും ചെയ്യണ്ട, നമുക്ക് പതിയെ ആലോചിച്ച് എന്താണെന്ന് വെച്ച ചെയ്യാം, മോളിപ്പോൾ ഏതായാലും പോയി റെസ്റ്റ് എടുക്ക്, മോൾക്ക് നല്ല ക്ഷീണമുണ്ട്, പോയി ഒന്ന് റെസ്റ്റ് എടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വേദയെ മുറിയിലോട്ട് പറഞ്ഞയക്കുന്നുണ്ട് പത്മ. മുറിയിൽ ചെല്ലുന്നതും വിക്രം ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, എന്താ തനിക്ക് പറ്റിയത്, എന്താ തല കറങ്ങി വീഴാനുണ്ടായത്, ഡോക്ടർ എന്താ പറഞ്ഞത് എന്നിങ്ങനെ തുരുതുരാ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വിക്രം. പെട്ടെന്ന് തന്നെ വേദ വിക്രമിനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ ഇയാളൊരു അച്ഛനാവാൻ പോവാണ് എന്ന് പറയുമ്പോൾ വിക്രമാകെ ഷോക്കായി പോകുന്നുണ്ട്. ഞാൻ അച്ഛനാവാൻ പോകുന്നോ, ഇതെങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇതെങ്ങനെയെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു തരണോ എന്ന് ചോദിക്കുകയാണ്. സന്തോഷം കൊണ്ട് വേദയെ എടുത്തുയർത്തി വട്ടം കറക്കുന്നു, ഒരുപാട് ഉമ്മ കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. വിക്രം വേദയ്ക്ക് ഇതെല്ലാം കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ്. വിക്രം പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒരു അച്ഛനാവാൻ പോവുകയാണ്, എനിക്ക് സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് ആർത്തുല്ലസിക്കുന്നുണ്ട് വിക്രം. വേദ പറയുന്നുണ്ട്, അച്ഛനും അമ്മയും ഇത് അറിഞ്ഞിട്ട് അവരിനി എന്താ ചെയ്യാന്ന് അറിയില്ല, എന്നോട് ഇപ്പൊ കൂടി
വേറൊരു വിവാഹത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു വാർത്ത എല്ലാവരും അറിയുന്നത്. ഇനി അവരെല്ലാരും കൂടി എന്ത് തീരുമാനിക്കുമെന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇനി നിന്നെ വേറെ ആരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാ? എന്റെ വയറ്റിലിപ്പോ നമ്മളുടെ കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇനി ഒരിക്കലും മറ്റൊരു വിവാഹത്തിന് തന്നെ അവര് നിർബന്ധിക്കില്ല. പക്ഷേ നമ്മുടെ മുന്നിൽ ഇനി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ആദ്യം അതിനെല്ലാം നേരിടണം. ഇപ്പൊ നമ്മുടെ കുഞ്ഞും കൂടി വരാൻ പോവുകയല്ലേ. ഇനി നമുക്കുണ്ടാവാൻ പോകുന്നത് ഒരു പുതിയ ജീവിതമായിരിക്കും. നീ എപ്പോഴും ഹാപ്പി ആയി തന്നെ ഇരിക്കണം എന്നെല്ലാം വിക്രം വേദയോട് പറയുന്നുണ്ട്. ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. ഈ എപ്പിസോഡിന്റെ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.